വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല സ്വാദും അതേപോലെ സിമ്പിളുമായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുക്കാത്ത റവയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വറുക്കാത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദോശമാവിൻ്റെ ബാറ്ററാണ് നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് 1 കപ്പ് റവയും 3/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം അരിപ്പൊടിയും റവയും പെട്ടെന്ന് ആ വെള്ളത്തിനെ ഒന്ന് അബ്സോർവ് ചെയ്തിട്ട് കുറച്ച് കട്ടിയാവും. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മളിത് ബാറ്റർ ഒന്ന് തയ്യാറാക്കേണ്ടത്. അത് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയായി കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്യാരറ്റ് തുരുവിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പച്ചക്കറികളൊന്നും കുട്ടികൾ കഴിക്കാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ക്യാപ്സിക്കം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 മുട്ട ഉടച്ചൊഴിക്കുക. മുട്ട വേണ്ട എങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്കൊന്ന് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടി തേങ്ങ തുരുവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 പിടി തേങ്ങ തുരുവിയത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കുക. സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകവും ജീരകവും ഒന്ന് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചുകൂടെ ലൂസാക്കിയിട്ടായിരുന്നു നമ്മൾ ബാറ്റർ തയ്യാറാക്കിയത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ തന്നെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഒരു ഇഡ്ഡലിപ്പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ മാവ് കോരി ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒരു 2 തരത്തിൽ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് തൂവിക്കൊടുക്കുക. നല്ലപോലെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചുറ്റിനും കവറിങ് ആവുന്ന വിധത്തിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റാം.
മൂടി അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുത്ത് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി, കൂടുതലൊന്നും ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി മൂടി അടച്ച് വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും കൂടെ നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേന് ഈ പലഹാരം ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ച പലഹാരം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും. മാത്രമല്ല നമ്മൾക്കിതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.